10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം അല്ലേ. 16,000 അടിക്ക് മുകളിലാണ് അന്നേരം ഞങ്ങൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ഒരു പാറക്കെട്ടിൽ ചാരി നിന്ന് ഞാൻ അന്തരീക്ഷത്തെയും ചുറ്റുപാടുകളെയും വീക്ഷിച്ചു. ഒരു കോട്ട പോലെയാണ് ചുറ്റും പർവ്വത ശൃംഗങ്ങൾ നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞാൽ വള്ളി പോലെ വെട്ടിത്തിളക്കുന്ന ഹിമശൃംഗങ്ങളുടെ നിരയാണ്. എങ്ങോട്ട് നോക്കിയാലും പർവ്വതങ്ങൾ മാത്രം, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന വിധത്തിൽ അതങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. പച്ചത്തഴപ്പ് കൊണ്ട് അലങ്കാരം ചാർത്തിയ താഴ്വരകളും ഭയാനകമായ വിധത്തിൽ കുത്തനെയെടുക്കുന്ന ഒറ്റയടി പാതകളും. തണുപ്പ് രൂക്ഷമായി തുടങ്ങി. നെഗിയുടെ കട്ടൻ ചായ മൂത്തി കുടിച്ചുകൊണ്ട് കുറച്ചു സമയം കൂടി അവിടെ തങ്ങിയ ശേഷം ഗുഹയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ദേവഭൂമിയിലൂടെ എന്നുള്ള ഇതിൽ നിന്നും MK രാമചന്ദ്രൻ എഴുതിയിട്ടുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിമാലയ സാനുക്കളിലൂടെ നിരവധി യാത്രകൾ നടത്തിയ സഞ്ചാരിയും എഴുത്തുകാരനുമായിട്ടുള്ള MK രാമചന്ദ്രൻ്റെ ദേവഭൂമിയിലൂടെ എന്ന പുസ്തകത്തിലെ ചില വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യയുടെ വടക്ക് അതിരായി നിലകൊള്ളുന്ന പർവ്വത ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഒട്ടനവധി സവിശേഷതകൾ നിറഞ്ഞതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുക്കിലെ വരികൾ കൊടുത്തിട്ടുള്ളത്. മഞ്ഞുറഞ്ഞ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് സമതലങ്ങളിലൂടെ ബഹുദൂരം ഒഴുകി ഒടുവിൽ കടലിനോട് ചേരുന്ന വൻ നദികൾ, കൃഷി വ്യാപകമായി നടക്കുന്ന അതിവിശാലമായ സമതലങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, ചുട്ടുപൊള്ളുന്ന മരുഭൂമികൾ, ദൈർഘ്യമേറിയ തീരസമതലങ്ങൾ, അനേകം ദ്വീപുകൾ. അത്ഭുതകരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം. അപ്പോൾ ഈ ഭൂമിശാസ്ത്ര വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ അധ്യായം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനേക്കാളും കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും കൂടെ നമ്മൾ 10ാം ക്ലാസ്സിലെ, അപ്പോൾ അതിൻ്റെ ഒരു ലെവലിൽ നമുക്കിവിടെ പഠിക്കാനായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഇന്ത്യയുടെ സ്ഥാനം എന്താണ്? അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറയുന്നത് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ആദ്യം നിങ്ങളത് മൈൻഡിൽ താറവാക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഉപദ്വീപ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 വശങ്ങളും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്നത്. അതിനാൽ ഈ ഭാഗം ഇന്ത്യൻ ഉപദ്വീപ് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തെക്കുഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. ദേണ്ട ഇവിടെ ബംഗാൾ ഉൾക്കടലുണ്ട്, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രമുണ്ട്, ഇവിടെ അറബിക്കടലുണ്ട്. അപ്പം 3 ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്ത്യയെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഈ ഭാഗം ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഉപദ്വീപ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപ് എന്താണെന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, ഹിമവൽ ഭൂവിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഹിമവൽ ഭൂമിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഉത്തരപർവ്വത നിരകൾ എന്ന് പറഞ്ഞ് ഉത്തരപർവ്വത നിരകളുടെ ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വതനിരകളെ ഉത്തരപർവ്വത മേഖല എന്നാണ് പറയുന്നത്. അപ്പോൾ കാശ്മീരിന് വടക്കു പടിഞ്ഞാറ് മുതൽ എവിടം വരെയാണ്? ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഉത്തരപർവ്വത നിരകൾ എന്ന് പറയുന്നത്. ഓക്കെ, കാശ്മീർ വടക്കു പടിഞ്ഞാറ് മുതൽ ഇതവിടെ വടക്ക് കിഴക്ക് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഈ ഉത്തരപർവ്വത മേഖലയെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്താണ് എന്നുള്ളത് നമ്മൾ ഇത്രയും നേരം ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു തരം തിരിവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിക്കാം. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന ആരൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്.
കിഴക്കൻ മലനിരകളിൽ വരുന്നതാണ് പത്കായിബം, നാഗാ കുന്നുകൾ, ഗാരോ ഖാസി ജയന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ എന്നിവ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിള് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. ഇനി അതിന് മുന്നേ ഇവിടെ പാമീർ പീഠഭൂമി എന്ന് പറഞ്ഞിട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷെൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. അപ്പോൾ പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് പാമീർ പീഠഭൂമി അറിയപ്പെടുന്നത്. മധ്യ ഏഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന പാമീർ പീഠഭൂമി അറിയപ്പെടുന്നതാണ് ലോകത്തിൻ്റെ മേൽക്കൂര. ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻഷാൻ, കുൻലുൻ, കാരക്കോറം മുതലായ പർവ്വതനിരകൾ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്നു. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് എന്ത്? ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ഡിവിഷൻ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ പഠിക്കണ്ടേ. അപ്പോൾ ആദ്യം ട്രാൻസ് ഹിമാലയമാണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ് ഹിമാലയം കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം നിരകളിലാണ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം നിരകളിലാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾ നമ്മൾ ഇനി പഠിക്കും. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് ആര് കാണുന്നത്? ഹിമാലയ പർവ്വതനിരകൾ. വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിലാണ് ഹിമാലയ പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പർവ്വതനിരകൾക്ക് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, 2400 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇതിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതനിരകളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കിഴക്കൻ പ്രദേശങ്ങളിലോട്ട് പോകുന്തോറും പർവ്വതനിരകളുടെ ഉയരം എന്താണ് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. കാശ്മീർ പ്രദേശത്തെ ഏകദേശം 400 കിലോമീറ്റർ വീതിയിലുള്ള ഉത്തരപർവ്വത നിരകൾക്ക് അരുണാചൽ പ്രദേശിൽ വീതി ഏകദേശം 150 കിലോമീറ്റർ ആണ്. ഓക്കെ, കാശ്മീർ പ്രദേശത്ത് ഏകദേശം 400 കിലോമീറ്റർ വീതിയുള്ള ഉത്തരപർവ്വത നിരകൾ അരുണാചൽ പ്രദേശിലോട്ട് എത്തുമ്പോഴേക്കും എത്രയായി? 150 കിലോമീറ്റർ ആയി. ഇപ്പോൾ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്തോറും പർവ്വതനിരകളുടെ ഉയരം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം സമാന്തരങ്ങളായ 3 പർവ്വതനിരകൾ ഉൾപ്പെട്ടതാണ്. അവ ഓരോന്നിൻ്റെയും സവിശേഷതകൾ, അതായത് ഹിമാലയത്തിൽ വരുന്ന സമാന്തരമായിട്ടുള്ള പർവ്വതനിരകൾ, അതായത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കും കൂടെ ചേർന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ പർവ്വതനിരയുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹിമാദ്രി എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരം കൂടിയ നിര, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഇത് ഹിമാദ്രി എന്ന് പറയുന്നത്. ഏറ്റവും മേലെ ഉയരെ കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഇത് ഹിമാദ്രി. ഇത് ഇവിടെ കാണുന്നുണ്ട് ചിത്രം അല്ലേ. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നതാണ് ഹിമാദ്രി. ശരാശരി ഉയരം 6000 മീറ്റർ ആണ്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് ഹിമാദ്രി. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനം ഹിമാദ്രിയാണ്. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണം കാഞ്ചൻജംഗ, നന്ദാദേവി. അപ്പോൾ കാഞ്ചൻജംഗയും നന്ദാദേവി എന്ന് പറയുന്ന കൊടുമുടികളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയതാണ്, ശരാശരി 6000 മീറ്റർ ഉയരമുണ്ട്. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഓക്കെ, അടുത്തത് ഹിമാചൽ. ഹിമാചലത്തെ എവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നോക്കുക. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ താഴെയാണ് കാണപ്പെടുന്നത് അല്ലേ. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ശരാശരി ഉയരം എത്രയാണ്? 3000 മീറ്റർ ആണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വതനിരകളുടെ തെക്കേ ചെരിവിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? ഹിമാചലിലാണ്.
അടുത്തത് സിവാലിക്. സിവാലിക് എന്ന് പറയുമ്പോൾ ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഹിമാചലിന് തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശരാശരി ഉയരം 1220 മീറ്ററാണ്. 1220 മീറ്റർ. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നു. ഓക്കെ, നീളമേറിയതും വിസ്തൃതവുമായിട്ടുള്ള താഴ്വരകൾ കാണപ്പെടുന്നു. ഇവയെ ഡൂണുകൾ. അപ്പോൾ ഡൂണുകൾ കാണപ്പെടുന്ന എവിടെയാണ്? സിവാലിക്കിലാണ്. ഉദാഹരണം ഡെറാഡൂൺ. ഓക്കെ, അപ്പോൾ ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഹിമാചലിലാണ്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ, നന്ദാദേവി തുടങ്ങിയിട്ടുള്ള കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ചത്? ഹിമാലയത്തിൻ്റെ 3 പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ്, അതിൽ എന്താണ് സമാന്തരമായിട്ട് വരുന്ന പർവ്വതനിരകളാണ് പഠിച്ചത്. ഇനി ഉത്തരപർവ്വത മേഖലകളിലെ ചുരങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേബിള്. അപ്പോൾ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക മലയിടുക്കുകളാണ് എന്ത്? ചുരങ്ങൾ. ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള മലയിടുക്കുകളെയാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അമ്പരചുംബികളായ പർവ്വതനിരകൾക്ക് ഇരുവശങ്ങളിലുമുള്ള ജനസംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ പാതകൾക്കുള്ള പങ്ക് ചെറുതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താണ്? ഓരോ ചുരവും അത് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ SCRT ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇന്ത്യയിലെ ചുരങ്ങളും ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളും കോഡ് ഉപയോഗിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചുരങ്ങളും അതിൻ്റെ കോഡ് വെച്ച് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലിപ്പുലേഖ് ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. സോജില ചുരം ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ, സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും തമ്മിൽ, നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും. ഇപ്പം ഇതിലെ നാഥുല ചുരമൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിള് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഈ ഭൂപ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സസ്യജാലങ്ങൾ ഈ പർവ്വത പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1000 മുതൽ 2000 മീറ്റർ ഉയരങ്ങളിൽ ഓക്ക്, ചെസ്നൗട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും അതിനു മുകളിലേക്കുള്ള ഉയരങ്ങളിൽ ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയ വൃക്ഷങ്ങളും ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഹിമവാന്റെ ജനനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക. ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും കൂട്ടിമുട്ടിയപ്പോൾ ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതനിരകൾ രൂപപ്പെട്ടത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ ഈ വാദത്തിന് അനുകൂലമായ തെളിവുകളാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫലകചലന സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇനി വരുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. വേൾഡ് ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഇവിടേക്കിടയിൽ സ്ഥിതി ചെയ്തിരുന്ന തെഥീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വത നിരകൾ രൂപപ്പെട്ടത് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി കിഴക്കൻ മലനിരകൾ. നമ്മൾ ട്രാൻസ് ഹിമാലയം പഠിച്ചു, ഹിമാലയം പഠിച്ചു. കിഴക്കൻ മലനിരകളാണ് അടുത്ത പഠിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ പ്രദേശം പൂർവാചൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരാണ് പൂർവാചൽ. പൂർവ്വം എന്ന് വെച്ചാൽ എന്താണ്? കിഴക്കാണ് അല്ലേ. അപ്പോൾ പൂർവാചൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി എവിടെയാണ്? നമ്മളിപ്പോൾ ചിറാപുഞ്ചിയുടെ കാര്യം 3 പ്രാവശ്യമായി പറയണം അല്ലേ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചി എവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ് അല്ലെങ്കിൽ പൂർവാചലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് നിബിഡമായ ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട്. ഓക്കെ, ഉഷ്ണമേഖല മഴക്കാടുകൾ ഉണ്ട്. ഇനി ഹിമവാന്റെ മടിത്തട്ടിലെ ജീവിതം എന്താണെന്ന് നോക്കാം. മൃഗപരിപാലനമാണ് ജനങ്ങൾ അനുവർത്തിക്കുന്ന ഒരു ജീവിത മാർഗം. ഇവിടുത്തെ പുൽമേടുകളെ ആശ്രയിച്ചാണ് മൃഗപരിപാലനം. കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെമ്മരിയാടുകളെ വളർത്തുന്നു. ഓക്കെ,
പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിന്റെ താഴ്വര മേഖല. ഓക്കെ, പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ അടിഞ്ഞുകൂടിയതാണ് സിവാലിക്കിന്റെ താഴ്വര മേഖല. ഉരുളക്കിഴങ്ങ്, ബാർലി, കുങ്കുമപ്പൂവ് എന്നിവ കൂടാതെ ആപ്പിൾ, ഓറഞ്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും തേയിലയും ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. ഓക്കെ, ഏറെ പ്രകൃതി ഭംഗിയുള്ള ഉത്തരപർവ്വത മേഖല വിനോദസഞ്ചാരികളുടെ പറുദീസയാണ്. ഓക്കെ, വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് ഉത്തരപർവ്വത മേഖല. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ ഇവിടെയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിലാണ് സിംല, ഡാർജിലിംഗ്, കുളു, മണാലി തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം, നമ്മൾ കുറേ പ്രാധാന്യം അവിടെ പഠിച്ചു. അതൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. നോക്കുക, പുരാതന കാലം മുതൽ തന്നെ വടക്കു പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് ഒരു പരിധി വരെ നമ്മളെ സംരക്ഷിച്ചു പോരുന്നു അല്ലേ. കോട്ടയായിട്ട് വർത്തിക്കുന്നു എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പോൾ എന്താണ്, നമ്മളെ വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു വരുന്നു. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. വൈവിധ്യമാർന്ന ജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. ഓക്കെ, അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രാധാന്യം നമ്മൾ മുന്നേ പറഞ്ഞതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നോക്കുക, ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. ഈ മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നുണ്ട്. ഇവ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഈ ഹിമാലയത്തിലെ മഞ്ഞുകട്ടകൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം നദികൾ രൂപം കൊള്ളുന്നു. ഇതാണ് ഹിമാലയൻ നദികൾ. താഴ്വരങ്ങളിലെ ധാരാളമായ മഴയും ഈ നദികളെ പുഷ്ടിപ്പെടുത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇപ്പം ഇത് നമ്മൾ കുറേ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലേ. പ്രധാനപ്പെട്ട ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ നദികൾ, ഓക്കെ, ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഓരോ നദികളും കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹിമാലയൻ നദികളും അതിൻ്റെ ഉത്ഭവസ്ഥാനവും അതിൻ്റെ നീളവും പോഷക നദികളും ഒഴുകുന്ന സംസ്ഥാനങ്ങളും എത്തിച്ചേരുന്ന സമുദ്രവും ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ ഹിമാലയൻ നദികൾ, ഉത്ഭവസ്ഥാനം, നീളം, പോഷക നദികൾ, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ, എത്തിച്ചേരുന്ന സമുദ്രം. ഓക്കെ, ഇത്രയും ടേബിളാണുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം കൊടുത്തിട്ടുണ്ട്. ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് ആരുത്ഭവിക്കുന്നത്? സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ്. ഏകദേശം നീളം കൊടുത്തിട്ടുണ്ട്. 2880 കിലോമീറ്റർ ആണ് ഏകദേശം നീളം കൊടുത്തിട്ടുള്ളത്. ഈ നദിയുടെ 709 കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ഒഴുകുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചു കഴിഞ്ഞാൽ 709 കിലോമീറ്റർ ആണ്. ഓക്കെ, സിന്ധു നദിയുടെ ആകെ നീളം 2880 കിലോമീറ്റർ. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചു കഴിഞ്ഞാൽ 709 കിലോമീറ്റർ ആണ്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജലം കൊടുത്തിട്ടുണ്ട്, ബാക്കി ഡോട്ടുകളാണ് കൊടുത്തിട്ടുള്ളത്, നമ്മൾ പൂരിപ്പിക്കാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് സിന്ധു നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ? ജലം കൂടാതെ ചിനാബുണ്ട്. ഓക്കെ, നിങ്ങൾ എഴുതി ചേർക്കുക കേട്ടോ. ചിനാബുണ്ട്, അതുപോലെ തന്നെ രവിയുണ്ട്, ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതൊക്കെയാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീർ. ഓക്കെ, ജമ്മു കാശ്മീരാണ്. അത് നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? അറബിക്കടലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. സിന്ധുവിൻ്റെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസരോവർ തടാകം. ഏകദേശം നീളം 2780 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 709 കിലോമീറ്റർ ആണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഒഴുകുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരാണ് കേന്ദ്രഭരണ പ്രദേശമാണ്. എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടലാണ്. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത നദി
ഗംഗാനദിയുടെ ഉത്ഭവം എവിടെയാണ്? ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ ഗുഹ അല്ലെങ്കിൽ ഗായ്മുഖ ഗുഹ എന്നൊക്കെ പറയും. ഗംഗോത്രി ഹിമാനി, ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോയ്മുഖ ഗുഹ അല്ലെങ്കിൽ ഗായ്മുഖ ഗുഹയിൽ നിന്നുമാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. നീളം എത്രയാണ്? ഏകദേശം 2500 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത്. പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗാ നദിയുടെ പോഷക നദികളാണ്. യമുന ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് സോൺ. ഓക്കെ, യമുന, സോൺ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ എഴുതുന്നില്ല, പറയാം. യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ഡക്. ഓക്കെ, യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ഡക് തുടങ്ങിയവയാണ് ഗംഗാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ കൂടെ അത് ഫില്ല് ചെയ്യുക. എവിടേക്കാണ് ഒഴുകുന്നത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. അപ്പോൾ നിങ്ങൾക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ പറഞ്ഞ നദി ഏതാണ്? ഗംഗാ നദിയാണ്. അപ്പോൾ ഗംഗ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കിയാൽ മതി. ഇതാ ഇവിടെ ഗംഗ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? ഗംഗ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടയാളപ്പെടുത്തിയ എന്താണ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണ് ഒഴുകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗംഗാ നദി ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഇതേ ഇങ്ങനെ ഒഴുകി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വേഗം നമ്മൾ പറയുന്നുണ്ട്. പിക്ചർ നോക്കിക്കൊണ്ടിരുന്നാൽ സമയം ഒത്തിരി പോകും. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, സംസ്ഥാനങ്ങൾ എഴുതി വെച്ചേക്കുക. ഗംഗാനദി ഒഴുകുന്നത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. എത്തിച്ചേരുന്നത് എവിടെയാണ്? ഗംഗാനദി ബംഗാൾ ഉൾക്കടലിലാണ് അല്ലേ? ബംഗാൾ ഉൾക്കടലിലാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഗംഗയുടെ കിട്ടി. ഗംഗയുടെ ഉത്ഭവം ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ ഗുഹയാണ്. ഏകദേശം നീളം 2500 കിലോമീറ്റർ ആണ്. പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, സോൺ, ഘാഗ്ര, കോസി, ഗാണ്ഡക്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്. എത്തിച്ചേരുന്ന സമുദ്രം ബംഗാൾ ഉൾക്കടൽ. ക്ലിയർ. അടുത്തത് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയാണ്. ടിബറ്റിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഏകദേശം നീളം 2900 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം ചോദിച്ചു കഴിഞ്ഞാൽ 725 കിലോമീറ്റർ ആണ്. ഓക്കെ, 2900 കിലോമീറ്റർ, ഇന്ത്യയിലെ നീളം 725 കിലോമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? അവിടെ തിസ്ത മാത്രമേ തന്നിട്ടുള്ളൂ. തിസ്ത അല്ലെങ്കിൽ ടീസ്റ്റ എന്നൊക്കെ പറയും. ബാക്കിയുള്ളത് മാനസ്, ലോഹിത്, സുബൻസിരി. ഏതൊക്കെയാണ്? ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി എന്നിവയാണ്. ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, ആസാം. ഓക്കെ, അരുണാചൽ പ്രദേശ്, ആസാം എന്നിവിടങ്ങളിലാണ് ഒഴുകുന്നത്. എത്തിച്ചേരുന്ന സമുദ്രം ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗംഗയും ബ്രഹ്മപുത്രയുമാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. സിന്ധു നദി അറബിക്കടലിലാണ് ചേരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തത് സമതലങ്ങളിലൂടെ നോക്കുക. 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂയിഷ്ടവുമായിട്ടുള്ള ഭൂഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം എന്ന് പറയുന്നത് എന്താണ്? 7 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന, അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തര മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇന്ത്യൻ ഉത്തര മഹാസമതലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഭാഗത്താണ് എന്നുള്ളതൊക്കെ അടയാളപ്പെടുത്തിയിട്ട്. ഓക്കെ, നോക്കുക. നമ്മൾ മുന്നേ സംസ്ഥാനങ്ങളൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇനി ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതം. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ യൂറേഷ്യൻ ഫലകവും അല്ലേ? അപ്പോൾ അത് സംയോജിച്ചിട്ട് ഭൗമപാളി മടങ്ങി ഉയർന്നതാണ് ഹിമാലയ പർവ്വതം എന്ന് നമ്മൾ പറഞ്ഞു. ഹിമാലയത്തിൻ്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വതനിരകൾക്ക് സമാന്തരമായി 2000 മീറ്ററിൽ അധികം താഴ്ചയുള്ള അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടു. ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു. ഏതാണ്ട് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടായ ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണ്. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും ഇത് പൊതുവെ അറിയപ്പെടുന്നു. വളരെയധികം ഫലഭൂയിഷ്ടിയുള്ള എക്കൽ മണ്ണ് ഈ സമതലത്തിൻ്റെ സവിശേഷതയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. നദികൾ കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിച്ചുണ്ടാവുന്നതാണ് സമതലം. ഇതിനെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് വിളിക്കുന്നത്. എക്കൽ മണ്ണ് എന്ന് പറയുന്നത് ഇവിടുത്തെ സവിശേഷതയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ,
ഇനി നദികൾ മെനഞ്ഞ സമതലങ്ങൾ. അപ്പോൾ ഇവിടെ ഓരോ സമതലത്തിൻ്റെ പേരും അതിൻ്റെ ഭൂരൂപീകരണത്തിന് കാരണമാവുന്ന നദികളും ഏതൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, പഞ്ചാബ് ഹരിയാന സമതലം. ഓക്കെ, ആദ്യത്തേത് ഏതാണ്? പഞ്ചാബ് ഹരിയാന സമതലം. അതിൻ്റെ ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതാണ്? സിന്ധുവും പോഷക നദികളുമാണ്. സിന്ധുവും പോഷക നദികളും കൂടെ ചേർന്നാണ് പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരിക്കുന്നത്. അടുത്തത് രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ രൂപം കൊള്ളുന്നത് ലൂണി സരസ്വതി നദികൾ കാരണമാണ്. ഓക്കെ, ലൂണി സരസ്വതി നദികൾ കാരണമാണ്. അടുത്തത് ഗംഗാ സമതലം. ഗംഗയും പോഷക നദികളും കൂടെ ചേർന്നിട്ടാണ് ഗംഗാ സമതലം രൂപം കൊള്ളുന്നത്. ഗംഗയും പോഷക നദികളും. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലം ഏതിൻ്റെ നിക്ഷേപ ഫലമായിട്ടാണ്? ബ്രഹ്മപുത്രയും പോഷക നദികളും കൊണ്ടുവരുന്നതിൻ്റെ നിക്ഷേപണത്തിൻ്റെ ഫലമായിട്ടാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. ഇപ്പം ചിലതൊക്കെ പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും കൂടെ ചേർന്നിട്ടാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ ലൂണി സരസ്വതി നദികളും കൊണ്ടുവരുന്ന നിക്ഷേപം. ഗംഗാ സമതലം ഉണ്ടാകുന്നത് ഗംഗയും പോഷക നദികളും കൊണ്ടുവരുന്ന നിക്ഷേപം കൊണ്ടുണ്ടാകുന്നത്. ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ഉണ്ടാകുന്നത് ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി ഇന്ത്യയുടെ ധാന്യപ്പുര നോക്കുക. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തരമഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. ഇത് നമ്മൾ പഠിച്ചു. ഉത്തരമഹാസമതലത്തിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശം ഇന്ത്യയുടെ ധാന്യപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരമഹാസമതലം അറിയപ്പെടുന്നതാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശങ്ങളിൽ ഒന്നാണ് എന്ത്? ഉത്തരമഹാസമതലം. ഓക്കെ, ഉത്തരമഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിൻ്റെ മിക്ക പ്രദേശങ്ങളിലും മരുഭൂമിയാണ്. ഈ മരുഭൂമിക്ക് ധാർ എന്നാണ് പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ മരുഭൂമിയിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ധാർ മരുഭൂമി പേരൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ എന്ന് പറയുന്നത് ഈ മരുഭൂമിയിലാണ്. ധാർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് എവിടെയാണ്? ജയ്സാൽമീർ ആണ്. ഇത് ധാർ മരുഭൂമിയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് സമതല ഭാഗത്തിൻ്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ലൂണി നദിയും സരസ്വതി നദിയുമാണ് ഈ സമതലത്തിൻ്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളത്. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരുഭൂമി മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസത്തിൽ ലഭിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ, 1-2 ദിവസവും നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന അത്രയും മഴയാണ് ഒരു വർഷത്തിൽ ഈ രാജസ്ഥാനിൽ ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ധാർ മരുഭൂമിയിലെ ഒരു സാധാരണ കാഴ്ചയാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്റ, ജോവർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്റ, ജോവർ. ഈ വിളകളുടെ വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇവിടുത്തെ കൃഷി. ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം എന്ന് പറയുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും കൂടെ ചേർന്നിട്ടാണ് രൂപം കൊള്ളുന്നത്. ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ് പ്രധാന വിളകൾ. പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന വിളകൾ ഏതൊക്കെയാണ്? ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയാണ് പ്രധാനപ്പെട്ട വിളകൾ. ഓക്കെ, ഇനി അടുത്തത് ഉത്തരമഹാസമതലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചായിരുന്നല്ലോ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കും തോറും നിങ്ങൾ അത്രത്തോളം ആ കാര്യം വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്.
ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗമാണ്. ഓക്കെ, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഉപദ്വീപീയ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായിട്ടുള്ള ഭൂവിഭാഗമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ വൈവിധ്യമാർന്ന ഭൗതിക സവിശേഷതകളാണ് നമ്മുടെ ഭൂപടത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുക, ഉപദ്വീപീയ പീഠഭൂമിയുടെ പിക്ചർ നേരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുക, നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓക്കെ, 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പർവ്വതങ്ങൾ, പീഠഭൂമികൾ, താഴ്വരകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. ഈ മേഖലയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ ആനമുടിയുടെ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 2695 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ മേഖലയിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഉയരം 2695 മീറ്റർ ആണ്. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവിധ തരം ധാതുക്കളുടെ ഒട്ടനവധി നിക്ഷേപങ്ങൾ ഈ മേഖലയിലുള്ളതിനാൽ ഉപദ്വീപീയ പീഠഭൂമിയെ ധാതുക്കളുടെ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ധാതുക്കളുടെ കലവറ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് നമ്മൾ പഠിച്ചു ഉത്തരമഹാസമതലത്തിലെ. അപ്പോൾ അതുപോലെ ഇത് മാറിപ്പോകരുത്. ഉപദ്വീപീയ പീഠഭൂമി എന്താണ് അറിയപ്പെടുന്നത്? ധാതുക്കളുടെ കലവറ എന്നാണ് അറിയപ്പെടുന്നത്. ഒട്ടനവധി ധാതു നിക്ഷേപങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നുണ്ട്. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഓക്കെ, കാലികമായി മാത്രം മഴ ലഭിക്കുന്ന സസ്യജാലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. തേക്ക്, സാല്, ചന്ദനം, മുള എന്നിവ ഇവിടെ കാണപ്പെടുന്നു. എന്തൊക്കെയാണ്? തേക്ക്, സാല്, ചന്ദനം, മുള തുടങ്ങിയ സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിലാവട്ടെ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവുകളിൽ എന്താണ്? ഉഷ്ണമേഖല മഴക്കാടുകളാണുള്ളത്. എന്തുകൊണ്ടാണ്? അവിടെ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നത് കൊണ്ട്. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. നമ്മൾ പഠിച്ചു, ഡെക്കാൻ പീഠഭൂമി ഉണ്ടായത് അനേകം വർഷങ്ങൾ, ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബസാൾട്ട് എന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ, ഇപ്പോൾ ഡെക്കാൻ പീഠഭൂമി നിർമ്മിതമായിരിക്കുന്നത് ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകൾ കൊണ്ടാണ്. ഇവിടെ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണാണ്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശങ്ങളിൽ ചെമ്മണ്ണും ധാരാളമായി കാണപ്പെടുന്നു. താരതമ്യേന ഫലഭൂയിഷ്ടി കുറവായ ഈ മണ്ണിലെ ഇരുമ്പിന്റെ അംശം ഇതിന് ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട്. ചെമ്മണ്ണിന്റെ ചുവന്ന നിറത്തിന് കാരണം എന്താണ്? ഇരുമ്പിന്റെ അംശമാണ്. മൺസൂൺ മഴയും ഇടിവെട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നു. ഓക്കെ, മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്താണ്? ലാറ്ററൈറ്റ് മണ്ണാണ് രൂപപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹിമാലയ പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെട്ടു. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നു. ഈ നദികളിലെ നീരൊഴുക്ക് പൂർണ്ണമായും മഴയെ ആശ്രയിച്ചായതിനാൽ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഇത് നമ്മൾ പറഞ്ഞു, മഴയെ ആശ്രയിച്ചുകൊണ്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നദികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കും. ഹിമാലയൻ നദികളിലാവുമ്പോൾ മഞ്ഞുകട്ടകളിൽ നിന്ന് ഉരുകി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? ധാരാളമായിട്ട് വെള്ളം ഉണ്ടാവും. വേനൽക്കാലത്താണെങ്കിലും ഉണ്ടാവും. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികൾ, അതിൻ്റെ ഉത്ഭവത്തിൻ്റെ സ്ഥാനം, നീളം, പോഷക നദികൾ എന്നിവ നമ്മൾ ഹിമാലയൻ നദി പഠിച്ചതുപോലെ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഉപദ്വീപീയ നദികളുടെ ടേബിൾ. ഓക്കെ, നോക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് മഹാനദിയാണ്. ഓക്കെ, മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവം? മൈക്കലാ നിരകൾ, മധ്യപ്രദേശിലെ മൈക്കലാ നിരകളിൽ നിന്നാണ് മഹാനദി. അപ്പോൾ അവിടെ എല്ലാവരുടെയും ഒരു മായി ഉണ്ടല്ലേ? മൈക്കലാ നിരകൾ, മധ്യപ്രദേശ്, മഹാനദി. മഹാനദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മൈക്കലാ നിരകളിൽ നിന്നാണ്. ഓക്കെ, ഉത്ഭവം പഠിച്ചല്ലോ. ഇനി ഏകദേശ നീളം എന്ന് പറയുന്നത് 857 കിലോമീറ്റർ ആണ് മഹാനദിയുടെ ഏകദേശ നീളം, 857 കിലോമീറ്റർ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്. ഓക്കെ, ഇബ്, ടെല്ല് എന്നിവയാണ്
മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ? ഇബ്, ടെല്ല്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ചേരുന്ന കടൽ കൊടുത്തിട്ടുണ്ട്. കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ് കേട്ടോ. ചെന്ന് ചേരുന്ന കടൽ ഏതൊക്കെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത്. ഇനി ഇവിടെ സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട നദിയാണ് ഏതെന്ന് പറയുന്നത്? മഹാനദി എന്ന് പറയുന്നത്. ഓക്കെ, മഹാനദി എന്ന് പറയുന്നത് ഒഡീഷയിലെ പ്രധാനപ്പെട്ട നദിയാണ്. ഒഡീഷയിലെ പ്രധാനപ്പെട്ട നദി അല്ലെങ്കിൽ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മഹാനദിയാണ്. ഓക്കെ, അപ്പോൾ സംസ്ഥാനങ്ങൾ അവിടെ ഒഡീഷ എന്നുള്ളത് എഴുതി ചേർക്കുക. ചെന്ന് ചേരുന്ന കടൽ ബംഗാൾ ഉൾക്കടൽ എന്നുള്ളത് എഴുതി ചേർക്കുക. ഓക്കെ, അടുത്തത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ ഉത്ഭവം പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം 1465 കിലോമീറ്റർ ആണ്. ഓക്കെ, 1465 കിലോമീറ്റർ ആണ് ഏകദേശ നീളം. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇന്ദ്രാവതി, ശബരി എന്നിവയാണ്. ഓക്കെ, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശാണ് സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതാണ് ഗോദാവരി. നമ്മൾ പറഞ്ഞു ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണെന്ന് പറഞ്ഞു. ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത്? ഗോദാവരി എന്ന് പറയുന്നത്. ഗോദാവരി ചെന്നു ചേരുന്ന കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ എഴുതി ചേർത്തല്ലോ. ഇവിടെ ഒഡീഷ മഹാനദിയാണെങ്കിൽ ഒഡീഷ, ഗോദാവരി ആണെങ്കിൽ ആന്ധ്രാപ്രദേശ്. ചെന്നു ചേരുന്ന കടൽ രണ്ടും ബംഗാൾ ഉൾക്കടൽ. ഓക്കെ, ഇനി അടുത്തത് കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. എവിടുത്തെ പശ്ചിമഘട്ടം? മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലെ പശ്ചിമഘട്ടം. ഓക്കെ, മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിലെ പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം എന്ന് പറയുന്നത് 1400 കിലോമീറ്റർ ആണ്. ഓക്കെ, കൃഷ്ണ നദിയുടെ ഏകദേശ നീളം എത്രയാണ്? 1400 കിലോമീറ്റർ ആണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഭീമ, തുംഗഭദ്ര എന്നിവയാണ്. ഓക്കെ, പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര. അത്രയാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഭീമ, തുംഗഭദ്ര എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. പിന്നെയും ഉണ്ട് കേട്ടോ, മാലപ്രഭ, പാഞ്ച്ഗംഗ, മുസി, കൊയ്ന, അങ്ങനെ കുറേ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഭീമ, തുംഗഭദ്ര. അതാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ കൃഷ്ണാനദി ഒഴുകുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. എഴുതി ചേർക്കുക. മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണാനദി ഒഴുകുന്നത്. എത്തിച്ചേരുന്ന കടൽ എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടൽ എഴുതിയല്ലോ. ഇനി അടുത്തത് കാവേരി നദിയെക്കുറിച്ചാണ്. ഓക്കെ, കാവേരിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ, അതായത് ബ്രഹ്മഗിരി നിരകൾ, കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നാണ് കാവേരിയുടെ ഉത്ഭവം. ഓക്കെ, കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി നിരകളാണ്. ഏകദേശ നീളം 800 കിലോമീറ്റർ ആണ്. ഓക്കെ, 800 കിലോമീറ്റർ. ഏതൊക്കെയാണ് പോഷക നദികൾ? പ്രധാനപ്പെട്ട പോഷക നദികളാണ് കബനി, അമരാവതി. ഓക്കെ, കബനി, അമരാവതി എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. കബനി, അമരാവതി. ബാക്കി അതുപോലെ ഭവാനി, പാമ്പാർ, അതുപോലെ തന്നെ അർക്കാവതി, നോയൽ, അങ്ങനെ കുറേയധികം പോഷക നദികളുണ്ട്. അപ്പോൾ ഇവിടെ കബനി, അമരാവതി എന്നിവയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക തന്നെയാണ് കേട്ടോ. കാവേരി നദിയുടെ മെയിനായിട്ട് ഒഴുകുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കർണാടകയാണ്. ചെന്ന് ചേരുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ഓക്കെ, ഇനി അടുത്തത് നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ ഉത്ഭവം മൈക്കല നിരകൾ, ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നുമാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം എത്രയാണ്? 1312 കിലോമീറ്റർ ആണ് നർമ്മദയുടെ ഏകദേശ നീളം. ഓക്കെ, 1312 കിലോമീറ്റർ ആണ്. പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഹിരൺ, ബഞ്ചൻ. ഓക്കെ, ഹിരൺ, ബഞ്ചൻ എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, അപ്പോൾ ഹിരൺ, ബഞ്ചൻ മാത്രമല്ല ഷേർ, താവ, ഹിരൺ, ബർണ അങ്ങനെയുള്ള കുറച്ച് പോഷക നദികളൊക്കെ ഉണ്ട് നർമ്മദയ്ക്ക്. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം നർമ്മദ ഒഴുകുന്നുണ്ട്. ഓക്കെ, ഗുജറാത്ത്, മധ്യപ്രദേശ്. ഇനി ചെന്ന് ചേരുന്നത് എവിടെയാണ്? നർമ്മദ അറബിക്കടലിലാണ്. ഓക്കെ, അറബിക്കടലിൽ ചേരുന്നത് നർമ്മദ അറബിക്കടലിലാണ് ചേരുന്നത്. ഇനി അടുത്തത് താപ്തിയാണ്.
താപ്തി നദിയുടെ ഉത്ഭവം മുണ്ടായ് പീഠഭൂമിയാണ്. മധ്യപ്രദേശിലെ ബൈതുൽ ജില്ലയിലെ മുണ്ടായ് പീഠഭൂമിയിൽ നിന്നാണ് താപ്തി നദി ഉത്ഭവിക്കുന്നത്. ഏകദേശ നീളം എന്ന് പറയുന്നത് 724 കിലോമീറ്റർ ആണ്. ഓക്കെ, ഏകദേശ നീളം എത്രയാണ്? 724 കിലോമീറ്റർ. പ്രധാനപ്പെട്ട പോഷക നദികൾ ആനർ, ഗിർന എന്നിവയാണ്. ഓക്കെ, ആനർ, ഗിർന എന്നിവയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. അതുപോലെ തന്നെ പൂർണ്ണ, സുഖി, ബേത്തൽ, പത്കി, ബോറി, പഞ്ചാര അങ്ങനെയുള്ള പോഷക നദികളും ഉണ്ട്. മെയിനായിട്ട് ഇവിടെ തന്നിട്ടുള്ളത് ആനർ, ഗിർണയാണ്. ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ താപ്തി നദി ഒഴുകുന്നുണ്ട്. ഓക്കെ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെ താപ്തി നദി ഒഴുകുന്നുണ്ട്. ചെന്ന് ചേരുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. അപ്പം നർമ്മദയും താപ്തിയുമാണ് അറബിക്കടലിൽ ചേരുന്നത്. ബാക്കി കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി ഇതെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഒരു കോളം നിങ്ങൾ ഫില്ല് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഓക്കെ ഫില്ല് ചെയ്തിട്ട് അത് പഠിക്കുക കേട്ടോ. ഇനി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം സാധാരണമാണ്. കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് ഫോൾസ് ആണ് ഇവയിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ നദികളിൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് സാധാരണമാണ്. അതിൽ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം ഓക്കെ ഏതാണ്? ഉപദ്വീപീയ നദികളിൽ കാണപ്പെടുന്ന ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് ശരാവതി നദിയിലുള്ള, കർണാടകത്തിലെ ശരാവതി നദിയിലുള്ള ജോഗ് ഫോൾസ് വെള്ളച്ചാട്ടം. 225 മീറ്റർ ആണ് ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹിമാലയൻ നദികളുടെയും ഉപദ്വീപീയ നദികളുടെയും സവിശേഷതകൾ നമ്മളിപ്പോൾ പഠിച്ചു. ഇനി അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിമാലയൻ നദികൾ നമ്മൾ പഠിച്ചു. ഹിമാലയ പർവ്വത നിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ നദികൾ എവിടെ നിന്നായിരിക്കും? ഉപദ്വീപീയ പീഠഭൂമിയിലെ മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ് ഉപദ്വീപീയ നദികൾ. ഓക്കെ, ഇനി ഹിമാലയൻ നദികൾ എന്ന് പറയുമ്പോൾ അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമായിരിക്കും. ഉപദ്വീപീയ നദികൾക്ക് എന്താണ്? വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശമായിരിക്കും. ഇനി ഹിമാലയൻ നദികളിൽ അപരദന തീവ്രത കൂടുതലാണ്. ഉപദ്വീപീയ നദികളിലാവുമ്പോൾ അപരദന തീവ്രത താരതമ്യേന കുറവാണ്. ഹിമാലയൻ നദികളിൽ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലങ്ങളിൽ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്താണ്? പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുകയും സമതലം എത്തുമ്പോൾ വളഞ്ഞു പുളഞ്ഞൊഴുകുകയും ചെയ്യുന്നു. ഉപദ്വീപീയ നദികളാവുമ്പോൾ കാഠിന്യമേറിയ ശിലകളിലൂടെ ഒഴുകുന്നതിനാൽ അഗാധ താഴ്വരകൾ എന്ത് ചെയ്യുന്നില്ല? സൃഷ്ടിക്കപ്പെടുന്നില്ല. ഓക്കെ, ഹിമാലയൻ നദികളിൽ ഉയർന്ന ജലസേചന ശേഷിയുണ്ട്. ഉപദ്വീപീയ നദികളാവുമ്പോൾ കുറഞ്ഞ ജലസേചന ശേഷിയേ ഉള്ളൂ. ഇനി ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത് സമതല പ്രദേശങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്. ഉപദ്വീപീയ നദികളിലാവുമ്പോൾ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത താരതമ്യേന കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഹിമാലയൻ നദികളും ഉപദ്വീപീയൻ നദികളും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പീഠഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ് ഈ പ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ. നമ്മൾ മുന്നേ പഠിച്ചതാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകൾ ഏതൊക്കെയാണ്? പരുത്തി, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയാണ്. ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവയാണ് പ്രധാന ധാതു വിഭവങ്ങൾ. ഇതും നമ്മൾ പഠിച്ചല്ലേ? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവയാണ് പ്രധാന ധാതു വിഭവങ്ങൾ. കൃഷി, ഖനനം, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ. ഓക്കെ, ഇനി സുന്ദര തീരങ്ങളിലൂടെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, ജലഛായ ചിത്രങ്ങൾ പോലെ മനോഹരങ്ങളാണ് ഇന്ത്യയിലെ ഓരോ കടൽ തീരവും. ഈ സുന്ദര തീരങ്ങളിലൂടെ പശ്ചിമ ബംഗാളിൽ നിന്ന് ഗുജറാത്ത് വരെ നിങ്ങൾ ഒരു യാത്ര പോകുന്നതായിട്ട് സങ്കല്പിക്കും. അപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ്? അപ്പോൾ നമ്മൾ തീരപ്രദേശം ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇവിടെ നോക്കുക, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഈ തീരപ്രദേശത്തിന് ഏകദേശം 6100 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ തീരപ്രദേശത്തിൻ്റെ നീളം നമ്മൾ മുന്നേ പഠിച്ചു. 6100 കിലോമീറ്റർ നീളമാണുള്ളത്. എവിടെ മുതൽ എവിടം വരെയാണ്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന തീരപ്രദേശമാണ്. 6100 കിലോമീറ്റർ ആണ് നീളമുള്ളത്. ഇന്ത്യയുടെ തീരസമതലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു? പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം എന്നും അല്ലെ? ബംഗാൾ ഉൾക്കടൽ വരുന്ന കിഴക്കൻ തീരസമതലം,
അറബിക്കടൽ ഭാഗം വരുന്ന പടിഞ്ഞാറൻ തീരസമതലം. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് തീരസമതലത്തെ തിരിക്കാം. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. പടിഞ്ഞാറൻ തീരസമതലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കിഴക്കൻ തീരസമതലം. ഇനി പടിഞ്ഞാറൻ തീരസമതലം എവിടെ മുതൽ എവിടം വരെയാണ്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. ഓക്കെ, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ്. ഓക്കെ, അപ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരസമതലം, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിഴക്കൻ തീരസമതലത്തെ അപേക്ഷിച്ച് താരതമ്യേന വീതി കുറവാണ് അല്ലേ? പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്, കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തെ ഗുജറാത്ത് തീരസമതലം എന്നും കൊങ്കൺ തീരസമതലം എന്നും മലബാർ തീരസമതലം എന്നും മൂന്നായിട്ട് തിരിക്കാം. കിഴക്കൻ തീരസമതലത്തെ എങ്ങനെ തിരിക്കാം? കോറമാണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാസ് തീരസമതലം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ഓക്കെ, കോറമാണ്ടൽ എന്നും വടക്കൻ സിർക്കാസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ പ്രത്യേകത കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു എന്നുള്ളതാണ്. കിഴക്കൻ തീരസമതലത്തിലാണെങ്കിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെയും കിഴക്കൻ തീരസമതലത്തിന്റെയും ഡിഫറൻസ് ഈ കോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടോ? പടിഞ്ഞാറൻ തീരസമതലം, കിഴക്കൻ തീരസമതലം. ഓക്കെ, ഇനി തീരസമതലങ്ങളിലുടനീളം എക്കൽ മണ്ണിന്റെ സാന്നിധ്യമുണ്ട്. നെല്ല്, തെങ്ങ് തുടങ്ങിയ വിളകൾ ഈ മണ്ണിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. നമ്മൾ പറഞ്ഞതാണ്, തീരസമതലങ്ങളിൽ നെല്ല്, തെങ്ങ് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഇനി തീരസമതലങ്ങളിലെ ജീവിതം എങ്ങനെയാണ്? തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. നമുക്കറിയാം അല്ലെ, തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്താണ്? മത്സ്യബന്ധനമാണ്. തീരസമതലങ്ങളിൽ വിനോദസഞ്ചാരത്തിനും ഏറെ സാധ്യതകളുണ്ട്. നെല്ല്, തെങ്ങ് എന്നിവ പടിഞ്ഞാറൻ തീരത്തെ പ്രധാന കാർഷിക വിളകളാണ്. കിഴക്കൻ തീരസമതലത്തിലെ കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായി നെല്ല് കൃഷി ചെയ്യുന്നു. ഇതും നമ്മൾ പഠിച്ചു അല്ലെ. പടിഞ്ഞാറൻ തീരസമതലത്തിൽ നെല്ലും തെങ്ങും കൃഷി ചെയ്യുന്നുണ്ട്. കിഴക്കൻ തീരസമതലത്തിൽ എസ്പെഷ്യലി കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി എന്നീ നദീതടങ്ങളിൽ വ്യാപകമായി എന്ത് കൃഷി ചെയ്യുന്നു? നെല്ല് കൃഷി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ദ്വീപുകളെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം ദ്വീപുകളിലേക്ക്. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷദ്വീപുകളിൽ എത്താം. കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ 300 കിലോമീറ്റർ താണ്ടിയാൽ എവിടെ എത്താം? ലക്ഷദ്വീപുകളിൽ എത്താം. 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപ സമൂഹത്തിലുള്ളത്. അപ്പം ലക്ഷദ്വീപ് എന്ന പേരുകൾ ഉണ്ടെങ്കിലും അവിടെ ആകെ എത്ര ദ്വീപുകളാണുള്ളത്? 36 ദ്വീപുകളാണ് ഉള്ളത്. ഓക്കെ, ഇവയിൽ ഏകദേശം 11 ദ്വീപുകളിൽ മാത്രമേ എന്തുള്ളൂ? ജനവാസം ഉള്ളൂ. ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദേവി, ചെത്ലോത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ. ഓക്കെ, അപ്പോൾ ജനവാസമുള്ള 11 ദ്വീപുകളേ ഉള്ളൂ. അതിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ബംഗാരം, കടമത്ത്, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദേവി, ചെത്ലോത്ത്, ബിത്ര, കിൽത്താൻ ഈ 11 പ്രദേശങ്ങളിലാണ് ജനവാസം ഉള്ളത്. ഓക്കെ, കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം. ചോദിക്കാറുള്ളതാണ്, ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ്? കവരത്തി. അപ്പോൾ ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപുകളുണ്ട്. 11 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അതിൽ 11 ഏതാണ്? ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദേവി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാനപ്പെട്ട 11 ദ്വീപുകൾ. അതിലെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായിട്ട് വരുന്നത് ഏതാണ്? കവരത്തി എന്ന് പറയുന്ന ദ്വീപാണ്. ഓക്കെ, ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളുമാണ് ലക്ഷദ്വീപ സമൂഹത്തിന്റെ പ്രത്യേകത. നമ്മൾ പഠിച്ചു അല്ലെ, ലഗൂണുകളും മണൽത്തീരങ്ങളും പവിഴപ്പുറ്റുകളും കാണപ്പെടുന്നുണ്ട്. കൃഷി നാമമാത്രമായ ഇവിടെ സമുദ്രത്തെ ആശ്രയിച്ചാണ് മുഖ്യ ജനജീവിതം. അതും നമ്മൾ പറഞ്ഞല്ലേ, സമുദ്രത്തെ ആശ്രയിച്ചാണ് ജനങ്ങൾ ജീവിക്കുന്നത്. മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ. ഓക്കെ,
ഇനി നമുക്ക് മറ്റൊരു ദ്വീപസമൂഹം പരിചയപ്പെടാം. ബംഗാൾ ഉൾക്കടലിലാണ് ഈ ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ ദ്വീപുകളും 19 ദ്വീപുകൾ ഉൾപ്പെടുന്ന നിക്കോബാർ ദ്വീപുകളും അടങ്ങുന്നതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. അപ്പോൾ അടുത്തത് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹം. 200 ദ്വീപുകളാണ് ആൻഡമാൻ വരുന്നത്. നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത് 19 ദ്വീപുകളാണ്. അപ്പോൾ 200ഉം 19ഉം കൂടെ ചേർത്ത് 219 ദ്വീപുകൾ ഉൾപ്പെടുന്ന ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹമാണ് ബംഗാൾ ഉൾക്കടലിൽ വരുന്നത്. ഇവയിൽ ഭൂരിഭാഗം ദ്വീപുകളിലും എന്താണ്, ജനവാസമില്ല. മിക്കവയിലും നിബിഡ വനങ്ങളാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ഈ ദ്വീപസമൂഹത്തിലാണ്. ഓക്കെ, ബാരൻ ദ്വീപിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്, ബാരൻ ദ്വീപിലാണ് ഉള്ളത്. ഓക്കെ, പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപസമൂഹത്തിന്റെ തലസ്ഥാനം. അപ്പോൾ ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ലക്ഷദ്വീപിന്റെ കവരത്തിയാണെന്ന് പഠിച്ചു. ആൻഡമാൻ നിക്കോബാറിന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ്. ഏക അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാൻ നിക്കോബാറിലെ ബാരൻ ദ്വീപിലാണ് ഉള്ളത്. ഓക്കെ, നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തെ പോയിന്റ് ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം ഇന്ദിര പോയിന്റ് ആണ്. ആ ഇന്ദിര പോയിന്റ് കാണപ്പെടുന്നത് എവിടെയാണ്? നിക്കോബാർ ദ്വീപുകളിലാണ്. നിക്കോബാർ ദ്വീപുകളുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ചാപ്റ്ററായി 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലെയും ഇപ്പോഴും എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ കുറേ നേരമായി ഭൂപ്രകൃതി എന്ന് പറയുന്നു അല്ലെ, ഇന്ത്യ ഭൂപ്രകൃതി എന്ന് നാമകരണം ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ, ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ എന്നിങ്ങനെ 5 ഭൂപ്രകൃതി വിഭാഗങ്ങളായിട്ട് ഇന്ത്യയെ തരംതിരിക്കാമെന്നും ഈ വിഭാഗങ്ങൾ ഓരോന്നും എപ്രകാരമാണ് ഇന്ത്യയിലെ ജനജീവിതത്തെ സ്വാധീനിക്കുന്നതെന്നും ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു അല്ലേ. ഇനി അടുത്തത് കാലാവസ്ഥയെക്കുറിച്ചാണ്. ഓക്കെ, ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംഭാഷണങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ കേരളത്തിൽ ജൂൺ 15 പറയുന്നതാണ്: ഇന്ന് വളരെ കനത്ത മഴ ലഭിച്ചു. മഴ മാപിനി എന്ന ഉപകരണം ഉപയോഗിച്ച് ഞങ്ങൾ മഴ അളന്നു. സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചു. അപ്പോൾ ജൂൺ 15 ജൂൺ മാസമാണ്. കേരളത്തിലെ അവസ്ഥയാണ്. വളരെ കനത്ത മഴ ലഭിച്ചു. മഴ മാപിനി എന്ന് ഉപയോഗിച്ച് മഴ അളന്നു. മഴ അളക്കാനുള്ള ഉപകരണമാണ്. അപ്പം മഴ മാപിനി, അത് ഓർത്തിരിക്കുക. മഴ എന്നുള്ളത് ആ ഒരു കുട്ടികളുടെ സംഭാഷണത്തിൽ നിന്ന് നമുക്കിവിടെ കേരളത്തിൽ നല്ല മഴയാണ് ജൂണിൽ എന്നുള്ളത് മനസ്സിലായി. ഇനി രാജസ്ഥാനിൽ മെയ് 10 ഓക്കെ, ഒരു കുട്ടി പറയുന്നതാണ്: കടുത്ത വരൾച്ചയാണ് ഇവിടെ, കുടിവെള്ളത്തിന് പോലും ക്ഷാമം. ജൂണാണ് ഏറ്റവും ചൂടേറിയ മാസം. അപ്പം നമ്മുടെ കേരളത്തിൽ നല്ല ശക്തമായിട്ട് നല്ല മഴയുണ്ട് എന്ന് പറയുന്ന ഈ സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നു. എവിടെയാണ്? രാജസ്ഥാനിലെ കുട്ടിയാണ് പറയുന്നത്. അടുത്തത് രാജസ്ഥാനിലെ തന്നെ ജനുവരി 10 ഒരു കാര്യമാണ് നോക്കുക. അതിശൈത്യമാണ് ഇവിടെ. സ്കൂളുകൾക്ക് 2 ദിവസമായി അവധിയാണ്. സമുദ്രത്തിൽ നിന്ന് ഏറെ അകലെയായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ശൈത്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ജനുവരി മാസത്തിൽ എന്താണ് പ്രശ്നം? നല്ല ശൈത്യമാണ്. ജൂണിൽ നല്ല ചൂടാണ്. ചെന്നൈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന ഏകദിന ക്രിക്കറ്റ് മത്സരം മഴ മൂലം മാറ്റിവെച്ചു. ഞങ്ങൾ മത്സരം കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എപ്പോഴാണ്? നവംബർ 20 തമിഴ്നാട്ടിൽ മഴ എപ്പോഴാണ്? നവംബറിലെ കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ കാലാവസ്ഥയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇന്ത്യയിൽ എല്ലായിടത്തും എപ്പോഴും കാലാവസ്ഥ ഒരുപോലെയല്ല അനുഭവപ്പെടുന്നത്. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ മുന്നേ പറഞ്ഞു. ഭൂപ്രകൃതിയിലെ വൈവിധ്യം പോലെ തന്നെ കാലാവസ്ഥയിലും എന്തുണ്ട്? വൈവിധ്യമുണ്ട്. എന്തുകൊണ്ടാണ് കാലാവസ്ഥയിലെ ഈ പ്രദേശത്തിനുള്ള വൈവിധ്യം? ഏതൊക്കെ ഘടകങ്ങളാണ് കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത്? അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിന്റ്സ് ആണ്. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. ഓക്കെ, അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, ഇതൊക്കെയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായിട്ട് 4 തിരിക്കാം. ഓക്കെ, ഇന്ത്യയിലെ ഋതുക്കളെ എത്രയായി തിരിക്കാം? 4 തിരിക്കാം. 1 ശൈത്യകാലം, 2 ഉഷ്ണകാലം, 3 തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, 4 മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. അപ്പോൾ ഇന്ത്യയിലെ ഋതുക്കളെ 4 തിരിക്കുന്നത്: ശൈത്യകാലം, ഉഷ്ണകാലം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. അപ്പോൾ ആദ്യം ശൈത്യകാലമാണ് നമ്മൾ പഠിക്കുന്നത്. ശൈത്യകാലം
ഡിസംബർ, ജനുവരി ടു ഫെബ്രുവരി ആണ് ശൈത്യകാലത്തിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടെ നോക്കാം. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ചില ശൈത്യകാല ചിത്രങ്ങളാണ്. പത്രങ്ങളിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും കൊടുതണുപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ എന്തനുഭവപ്പെടുന്നത്? ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കനത്ത മൂടൽ മഞ്ഞും ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഈ കാലയളവിൽ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കനത്ത മൂടൽ മഞ്ഞും ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ മഞ്ഞുവീഴ്ചയും ഉണ്ടാവാറുണ്ട്. ജനുവരിയിൽ ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ശരാശരി പകൽച്ചൂടിൻ്റെ അളവാണ് ഭൂപടത്തിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഭൂപടത്തിൽ ഓരോ പ്രദേശത്തും ഇവിടെ കേരളത്തിൻ്റെ അവിടെ 26.5 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. ജനുവരിയിലെ താപനിലയാണ്. ഇവിടെ 24 ഡിഗ്രി, 21 ഡിഗ്രി, 13 ഡിഗ്രി, 20 ഡിഗ്രി, 18 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം കണ്ടോ കൊടുത്തിട്ടുള്ളത്, താപനിലയിലുള്ള വ്യത്യാസം. ഒരേ മാസത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വരുന്ന താപനിലയിലുള്ള വ്യത്യാസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, താപനില പരിശോധിച്ച താപവ്യതിയാനത്തിൻ്റെ ക്രമം കണ്ടെത്തൂ. താപനില തെക്കുനിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്നത് പ്രവണതയാണ് എന്ന് കാണിക്കുന്നു. താപനില തെക്കുനിന്ന് വടക്കോട്ട് കുറഞ്ഞു വരുന്നു അല്ലേ. തെക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ കേരളം നോക്കുക, ഇവിടെ 26.5 ഉണ്ടായിരുന്നു, ഇവിടെ എത്തുമ്പോഴേക്ക് 24 ഇവിടെ 21 ഇവിടെ 20 ഇവിടെ 18 മുകളിലോട്ട് പോകുമ്പോഴേക്കും 13 അപ്പോൾ എങ്ങോട്ട് പോകുമ്പോൾ തെക്കുനിന്ന് വടക്കോട്ട് പോകും തോറും കുറഞ്ഞു വരുന്നു അല്ലേ. ഒരേ മാസത്തിൽ തന്നെ താപനില തെക്കുനിന്ന് വടക്കോട്ട് വരുമ്പോഴേക്കും കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവും അനുഭവപ്പെടുന്നു അല്ലേ. ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ എന്താണ്? പകൽ സമയത്ത് മിതമായ ചൂടും രാത്രികാലങ്ങളിൽ ശൈത്യവുമാണ് അനുഭവപ്പെടുന്നത്. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇക്കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. മണാലി, ഷിംല തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ ഇക്കാലത്ത് മഞ്ഞുവീഴ്ച സർവ്വസാധാരണമാണ്. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ശൈത്യകാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പശ്ചിമ അസ്വസ്ഥത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന പ്രതിഭാസം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശൈത്യകാലത്തിൻ്റെ പ്രത്യേകതയാണ്. ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ടു നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഓക്കെ, ശൈത്യകാലത്ത് എന്താണ് സംഭവിക്കുന്നത്? മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ടു നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇത് ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായുപ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അപ്പോൾ നോക്കുക, എന്താണ് പശ്ചിമ അസ്വസ്ഥത? ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കിഴക്കോട്ടു നീങ്ങി ഇന്ത്യയിലെത്തുന്നു. ഇതെന്ത് ചെയ്യുന്നു? ഉത്തര സമതല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. ഈ മഴ ശൈത്യകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണ്. പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ ജെറ്റ് പ്രവാഹങ്ങൾക്ക് സുപ്രധാന പങ്കുണ്ട്. അപ്പോൾ എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ? ട്രോപ്പോപാസിലൂടെയുള്ള അതിശക്തമായ വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അപ്പോൾ പശ്ചിമ അസ്വസ്ഥത ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശൈത്യകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉഷ്ണകാലമാണ്. നോക്കുക, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഉഷ്ണകാലത്തെ ചിത്രങ്ങളാണിവ. ഓക്കെ, മെയ് മാസത്തിലെ ഊഷ്മാവിൻ്റെ വിതരണക്രമം ഭൂപടം പരിശോധിച്ചു കണ്ടെത്തു. തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലാണല്ലോ. ഇത് എവിടെ കൊടുത്തിട്ടുണ്ട് നോക്കുക. ഇവിടെ നോക്കുക, തെക്ക് ഭാഗത്ത് നോക്കുമ്പോൾ 23 ഡിഗ്രി, then 24, 25, 28, 29, 33. അപ്പോൾ തെക്ക് നിന്നും വടക്കോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? ചൂടുകാലത്ത് താപനില കൂടി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? തീരപ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉത്തരേന്ത്യയിൽ ഊഷ്മാവ് വളരെ കൂടുതലാണ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുക?
സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പം നേരത്തെ പറഞ്ഞു ശൈത്യകാലം എങ്ങനെയാണ്, സൂര്യൻ്റെ ദക്ഷിണായന കാലത്താണ് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു. സൂര്യൻ്റെ ഉത്തരായന കാലത്താണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, ഉഷ്ണകാലത്ത് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം എവിടെയാണ്? രാജസ്ഥാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇക്കാലയളവിൽ വീശുന്ന ചില പ്രാദേശിക വാദങ്ങളാണ് ലൂ, മാംഗോ ഷവേഴ്സ് എന്നിവ. ഓക്കെ, ലൂ, മാംഗോ ഷവേഴ്സ് എന്ന് പറയുന്നത് ഈ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങളാണ്. ഓക്കെ, ഇനി ഇവിടെ കാൽബൈശാഖി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. ഓക്കെ, കാൽബൈശാഖി എന്താണ്? ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈശാഖി. അലറുന്ന കാറ്റും ആലിപ്പഴ വീഴ്ചയും ഇതിൻ്റെ സവിശേഷതകളാണ്. ഓക്കെ, ബാക്കി ലൂ, മാംഗോ ഷവേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അവിടെ പറയാം. ഇനി അടുത്ത തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തെക്കുറിച്ചാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതിയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ കാറ്റുകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത്. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളുടെ സഞ്ചാര ദിശ കാണിച്ചിട്ടുണ്ട്. എങ്ങോട്ടാണ്? ഇന്ത്യൻ മഹാസമുദ്രം ഇങ്ങനെ ഇവിടെ നിന്നും അങ്ങോട്ടാണ് അല്ലേ വീശുന്നത്, തെക്കു നിന്നും വടക്കോട്ടാണ്. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ തെക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ പടിഞ്ഞാറ് അങ്ങനെയാണ് വീശുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇങ്ങനെയാണ് വീശുന്നത് കാറ്റ്. അപ്പോൾ ഈ കാറ്റുകളാണ് ഇന്ത്യയിലെ വലിയ മഴക്കാലത്തിന് കാരണമാകുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായിരിക്കുന്ന സമയത്ത് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ എന്താണ്? ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു. ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നതിനാൽ ഇത് തെക്കു നിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റു വീശാൻ ഇടയാക്കുന്നു. എന്താണ് പറയുന്നത്? ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തെക്കു നിന്ന് വടക്കോട്ട്, അതായത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് എങ്ങോട്ട്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ ഇടയാക്കുന്നു. കോറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാലാണ് തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ തെക്കു നിന്ന് വടക്കോട്ടാണ് ഇത് വീശുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശുന്നു. കോറിയോലിസ് പ്രഭാവം കൊണ്ടാണ് ഈ കാറ്റുകൾ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നത് കൊണ്ടാണ് തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായിട്ട് ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ കോറിയോലിസ് പ്രഭാവമാണ് അതിന് കാരണം. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി കാരണം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് 2 ശാഖകളായി പിരിഞ്ഞ് കരയിലേക്ക് വീശുന്നുണ്ട്. ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപിന്റെ സവിശേഷത ആകൃതി പ്രകാരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് 2 ശാഖകളായിട്ട് പിരിഞ്ഞിട്ട് കരയിലേക്ക് പ്രവേശിക്കുന്നു. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. ജൂൺ ആരംഭത്തോടെ കേരള തീരത്തെത്തുന്ന അറബിക്കടൽ ശാഖ കേരളത്തിൽ വ്യാപകമായി മഴ നൽകുന്നു. ഓക്കെ, ജൂൺ ആരംഭത്തോടുകൂടി കേരള തീരത്തെത്തുന്ന അറബിക്കടൽ ശാഖയാണ് കേരളത്തിൽ വ്യാപകമായി മഴ നൽകുന്നത്. തുടർന്ന് കർണാടകം, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിലേക്ക് കടക്കുകയും അവിടേക്ക് കനത്ത മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന ഈ മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിൽ വിരളമായി മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ രാജസ്ഥാനിൽ വിരളമായി മാത്രം മഴ ലഭിക്കാൻ കാരണം എന്താണ്? ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ പ്രവേശിക്കുന്ന മൺസൂൺ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നത് കൊണ്ടാണ് രാജസ്ഥാനിൽ വിരളമായി മാത്രം മഴ ലഭിക്കുന്നത്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും 2ആയി പിരിയുകയും ചെയ്യുന്നു. ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് മുന്നേറുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു? സുന്ദരവനം ഡെൽറ്റ പിന്നിട്ട് പശ്ചിമ ബംഗാളിൽ പ്രവേശിക്കുകയും അവിടെ നിന്ന് അത് 2ആയിട്ട് പിരിയുകയും ഒരു ശാഖ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു.
ബംഗാൾ മേഖലയിലൂടെ ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന രണ്ടാമത്തെ ശാഖ, 2 ശാഖയായിട്ട് മാറി. അതിലെ ഒരു ശാഖയാണ് എന്ത്, ബ്രഹ്മപുത്ര സമതലത്തിലൂടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എത്തി വലിയ തോതിൽ മഴയ്ക്ക് കാരണമായത്. രണ്ടാമത്തെ ശാഖ എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്, ഗംഗാ സമതലത്തിലേക്ക് പ്രവേശിക്കുകയും രണ്ടാമത്തെ ശാഖ പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മഴ നൽകുകയും ചെയ്യുന്നു. പഞ്ചാബ് സമതലത്തിൽ വെച്ച് അറബിക്കടൽ ശാഖയുമായി കൂടിച്ചേർന്ന് വടക്കോട്ടു നീങ്ങുന്ന ഈ മൺസൂൺ കാറ്റുകൾ ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ കനത്ത മഴ നൽകുന്നു. ഓക്കെ, ഇനി അടുത്ത കാലമാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം. സെപ്റ്റംബർ പിന്നിടുന്നതോടുകൂടി സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നതിനാൽ ഇന്ത്യയുടെ ഉത്തര സമതല പ്രദേശത്ത് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഓക്കെ, സെപ്റ്റംബർ പിന്നിടുന്നതോട് കൂടിയിട്ട് ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും സൂര്യൻ എവിടെ എത്തി, ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അയനം ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ഉത്തര സമതല പ്രദേശത്തേക്ക് കനത്ത ഉച്ചമർദ്ദം രൂപപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദമായതിനാൽ ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്നു. ഓക്കെ, ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ താരതമ്യേന കുറഞ്ഞ മർദ്ദമായതുകൊണ്ട് ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ്, അല്ലെ, കൂടിയ ഉച്ചമർദ്ദത്തിൽ നിന്നും ന്യൂനമർദ്ദത്തിലോട്ടാണല്ലോ കാറ്റ് വീശുക. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കുറവായതുകൊണ്ട് അവിടെ നിന്നും ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വടക്കു നിന്നും തെക്കോട്ട് വീശുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, അപ്പോൾ അതിൻ്റെ കൊടുത്തിട്ടുണ്ട് ദിശ മാറി, അല്ലേ, നേരത്തെ ഇവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു, ഇപ്പോൾ എന്തായി, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടായി, അല്ലേ. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റുകൾ വരണ്ട കാറ്റുകളായതിനാൽ ഇത് ഇന്ത്യയിൽ പൊതുവെ മഴയുണ്ടാക്കുന്നില്ല. വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയിലുള്ള ഒരു ഇടവേളയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളെ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് വിളിക്കുന്ന ഈ കാറ്റ് അത് എവിടെ നിന്ന് എവിടേക്കാണ്, വടക്കു ഭാഗത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മർദ്ദം കുറവായതിനാൽ വടക്കു ഭാഗത്ത് നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വീശുന്ന ഈ വടക്കു കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്താണ്, വരണ്ട കാറ്റുകളാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ മഴയുണ്ടാക്കുന്നില്ല. വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലം വാസ്തവത്തിൽ മഴക്കാലത്തിനും ശൈത്യകാലത്തിനും ഇടയ്ക്കുള്ള ഒരു ഇടവേളയാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളിൽ നമുക്ക് ദുസ്സഹമാക്കുന്നു, സഹിക്കാൻ പറ്റാത്തത്ര ചൂടുണ്ടാവും. അപ്പോൾ ഈ പ്രതിഭാസമാണ് ഒക്ടോബർ ചൂട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട കരയിൽ നിന്ന് കടലിലേക്ക് നീങ്ങുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് വടക്കു കിഴക്ക് തെക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമാണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്താൽ ആകർഷിക്കപ്പെട്ട കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്ന കാറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഈർപ്പം ആഗിരണം ചെയ്ത് എന്ത് ചെയ്യുന്നു, വടക്കുകിഴക്ക് തെക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങുന്നതിനാൽ ഇന്ത്യയുടെ കോറമാണ്ടൽ തീരത്ത്, പ്രത്യേകിച്ച് ഇവിടെ തമിഴ്നാട് തീരത്ത് കനത്ത മഴയ്ക്ക് കാരണമാകുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇതാണ് തമിഴ്നാടിൻ്റെ പ്രധാനപ്പെട്ട മഴക്കാലം. കേരളം, കർണാടകത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വടക്കുകിഴക്കൻ മൺസൂൺ മഴ ലഭിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയിൽ മഴയുടെ വിതരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ കേരളം, 60 സെൻറ്റിമീറ്ററിന് താഴെ മഴ ലഭിക്കുന്ന പ്രദേശം രാജസ്ഥാൻ. മഴയുടെ വിതരണത്തിലുള്ള ഈ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണം ഭൂപ്രകൃതി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ മഴയുടെ വിതരണം എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കോളം ആയിട്ട് കൊടുത്തിട്ടുള്ളത് 200 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കോളമായിട്ട്. അതായത് കോളം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ഈ ഭാഗത്ത്, ഈ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ഈ കിടക്കുന്ന ഇതെല്ലാം എന്താണ്, 200 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. ദെൻ 60 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇത്. 60 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ. ദെൻ അടുത്തത് 60 സെൻറ്റിമീറ്ററിൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇത് കാണുന്നത്. ഓക്കെ, 60-ൽ കുറവ് ലഭിക്കുന്നു. ഇവിടെ 60 മുതൽ 100 വരെ, ദെൻ 100 മുതൽ 200 വരെ, 200-ൽ കൂടുതലുള്ളതാണ് ദയുടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ മഴയുടെ ലഭ്യത എന്ന് പറയുന്നത്.
അപ്പോൾ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന തലക്കെട്ടിനെ അനർത്ഥമാക്കുന്നതാണ് ഇന്ത്യയിലെ ഓരോ ഭൂമിശാസ്ത്ര സവിശേഷതയും, ഭൂപ്രകൃതി, കാലാവസ്ഥ, ജീവിത രീതി, സംസ്കാരം, സസ്യജന്തുജാലങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഈ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളാണ് ഇന്ത്യയുടെ സമൃദ്ധിക്ക് അടിസ്ഥാനം. ഈ വൈവിധ്യങ്ങളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്.